അതെ, നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എങ്ങോടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ അത് മാക്സിമം ഈവനിങ്ങിലേക്ക് മാറ്റും. അതിപ്പോൾ വീക്കെൻഡ്സ് ആണെങ്കിൽ പോലും കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടാണ്. നമ്മൾ ചൂടത്തിറങ്ങിയാൽ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു മൂഡിലേക്കായി പോകും. അങ്ങനെ നമ്മൾ ഈ കമനീയ ശേഖരത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റാണ്. ഇവിടെ എപ്പോൾ വന്നാലും ഓരോ ബോട്ടിൽസിൻ്റെയൊക്കെ റേറ്റ് കാണുമ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് എനിക്കൊരു പതിവാണ് കേട്ടോ. കാരണം 30,000-ഉം 50,000 ദിറംസിനൊക്കെ എബോളുള്ള ബോട്ടിൽസൊക്കെ കാണുമ്പോൾ ഇത്രയും വിലയോ എന്ന് ആലോചിച്ച് അങ്ങനെ നിന്ന് പോകും. ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടിൽസ് പോലെ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതാണ് ഓരോ ബോട്ടിലിൻ്റെ ഡിസൈനും. നമുക്ക് വീട്ടിൽ കൊണ്ട് ഷോക്കേസിൽ വെക്കാൻ തോന്നും ചില ബോട്ടിൽസ് കാണുമ്പോൾ. നാട്ടിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ അവിടെ പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ദുബായി വന്നതിന് ശേഷമാണ് ഇതുപോലൊരു ഔട്ട്ലെറ്റിൽ ആദ്യമായിട്ട് പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോൾ ഇവിടെ വന്നാലും ഉണ്ട് കേട്ടോ. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടിൽസൊക്കെ തൊട്ട് നമ്മുടെ നാടൻ വാറ്റ് വരെ ഇവിടെ ലഭിക്കും. അങ്ങനെ ഓരോന്ന് നോക്കി വന്നപ്പോഴാണ് ഈ മിനി ബോട്ടിൽസ് കണ്ണിപ്പെടുന്നത്. ഞാൻ ഇങ്ങനെയുള്ള കുട്ടി ബോട്ടിൽസ് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് കേട്ടോ. എല്ലാ സാധനവും എടുത്തു വന്നപ്പോഴേക്കും കൗതുകം കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടായി. കാരണം ബില്ല് വന്നപ്പോഴേക്കും ജാങ്കോ ഞാൻ പെട്ടു എന്നൊരവസ്ഥയിലായിരുന്നു കേട്ടോ അവൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്നായി എല്ലാവർക്കും. നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ആകെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബീച്ചിൽ പോകാമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ബീച്ചിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കുറേ അധികം നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നെ വിശന്നപ്പോഴാണ് അവിടുന്ന് നേരെ നമ്മൾ തിരിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും വിശപ്പിൻ്റെ ഇടക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇനിയും വിശേഷങ്ങളായി നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.